തിരികെ വാർത്തയിലേക്ക്. സംസ്ഥാനത്തെ ദേശീയ പാതകൾ ഇനി പില്ലറുകളിൽ പണിയും. നിലവിൽ ആറിവാൾ മാതൃകയ്ക്ക് പകരമാണ് പില്ലറുകളിൽ മേൽപ്പാലം വരുന്നത്. കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയുമായി BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നടത്തിയ കൂടിക്കാഴ്ചയിലാണ് തീരുമാനം. ഇവരുമായി ശാലിനി ചിരികാണ്. ശാലിനി, കൂടിക്കാഴ്ചയുടെ മറ്റു തീരുമാനങ്ങളുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ. KP, കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു നിർണായക കൂടിക്കാഴ്ചയാണ് ഡൽഹിയിൽ കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയുമായി BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നടത്തിയിട്ടുള്ളത്. പ്രധാനമായും 4ഓളം കാര്യങ്ങളിൽ നിർണായകമായിട്ടുള്ള തീരുമാനങ്ങൾ ഈ യോഗത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ പുതുവത്സരത്തിൽ ഒരു ആശ്വാസ വാർത്തയായി എത്തുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി കേരളത്തിൽ ഇനി നിർമ്മിക്കാൻ പോകുന്ന മേൽപ്പാലങ്ങളെല്ലാം തന്നെ പില്ലറുകളിൽ നിർമ്മിക്കുമെന്നുള്ളതാണ് ഇന്നത്തെ ചർച്ചയിൽ തീരുമാനമെടുത്തത്. ഒപ്പം തന്നെ നിലവിലെ ആറിവാൾ മാതൃകയ്ക്ക് പകരമാണ് പില്ലറുകളിൽ നിർമ്മാണം നടത്തുന്നത്. വലിയ രീതിയിലുള്ള ചില അപാകതകൾ, ഭൂമി ഏറ്റെടുക്കൽ അടക്കമുള്ള ചില പ്രശ്നങ്ങളൊക്കെ പല ഘട്ടങ്ങളിലും കേരളത്തിലെ ദേശീയപാത നിർമ്മാണത്തിൽ ചർച്ചയായിട്ടുണ്ട്. അതൊക്കെ പരിഹരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ പില്ലറുകളിൽ ഇപ്പോൾ ഇത്തരത്തിൽ മേൽപ്പാലങ്ങൾ പണിയാൻ ഒരു ധാരണയിലേക്ക് കേന്ദ്ര ഗതാഗത മന്ത്രാലയം എത്തുകയും ചെയ്തത്. കേരളത്തിലെ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് BJP സംസ്ഥാന അധ്യക്ഷൻ നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ഇത്തരത്തിലൊരു തീരുമാനം ഗതാഗത മന്ത്രാലയം എടുത്തിട്ടുള്ളത്. ഒപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട തീരുമാനം എന്നുള്ളത് തിരുവനന്തപുരം നഗരത്തിന് പുറത്തായി ഔട്ടർ റിംഗ് റോഡ് പദ്ധതി ഫെബ്രുവരി അല്ലെങ്കിൽ മാർച്ചിൽ പ്രഖ്യാപിക്കാനും യോഗത്തിൽ തീരുമാനമായിട്ടുണ്ട്. പില്ലറുകളിലെ മേൽപ്പാല പദ്ധതിയിൽ ചിലവ് ഏറുമെങ്കിലും അത് മണ്ണിട്ടുയർത്തി ആറിവാൾ രീതിയിൽ കേരളത്തിലെ ദേശീയപാത നിർമ്മിക്കാം എന്നുള്ളതാണ് ഗതാഗത മന്ത്രാലയം തീരുമാനിച്ചിട്ടുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട തീരുമാനം എന്നുള്ളത് ഓച്ചിറ അടക്കമുള്ള പ്രദേശങ്ങളിലെ ജനങ്ങൾ BJP സംസ്ഥാന അധ്യക്ഷൻ ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് നിവേദനം നൽകിയിരുന്നു. ഈ നിവേദനം അടക്കം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഗതാഗത മന്ത്രാലയത്തെ സമീപിച്ചത് BJP സംസ്ഥാന അധ്യക്ഷൻ. അക്കാര്യത്തിലാണ് ഇപ്പോൾ ഒരു തീരുമാനം ആകുകയും ചെയ്തിട്ടുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് തിരുവനന്തപുരം നിവാസികൾക്ക് ഒരു പുതുവർഷ സമ്മാനമായി ഔട്ടർ റിംഗ് റോഡ് മോദി സർക്കാർ പ്രഖ്യാപിക്കുമെന്നുള്ളതാണ് രാജീവ് ചന്ദ്രശേഖർ ഈ ഒരു കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അറിയിച്ചിട്ടുള്ളത്. അത് അടുത്ത മാസത്തോടു കൂടി ഔദ്യോഗികമായിട്ടുള്ള പ്രഖ്യാപനം ഉണ്ടാകുമെന്നും അനന്തപുരിക്കാർക്ക് ഒരു ശുഭവാർത്തയായി അദ്ദേഹം അറിയിക്കുന്നുണ്ട്. ഈ റിംഗ് റോഡിന് ആവശ്യമായ സ്ഥലം ഏറ്റെടുപ്പ് വേഗത്തിൽ പൂർത്തിയാക്കണമെന്നുള്ളതാണ് ഇക്കാര്യത്തിൽ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ പറയുന്നത്. കൂടാതെ തന്നെ മതിയായ നഷ്ടപരിഹാരം അത് ഉറപ്പാക്കി ഭൂമി ഏറ്റെടുക്കൽ നടപടികളിലേക്കായിരിക്കും കേന്ദ്രം കടക്കുക എന്നുള്ളതും ഈ നിതിൻ ഗഡ്കരിയുമായി നടത്തിയിട്ടുള്ള കൂടിക്കാഴ്ചയിൽ BJP സംസ്ഥാന അധ്യക്ഷൻ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രധാനപ്പെട്ട ഈ തീരുമാനങ്ങളാണ് BJP സംസ്ഥാന അധ്യക്ഷൻ കേന്ദ്ര ഗതാഗത മന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും കേരളത്തെ ചേർത്ത് പിടിക്കാൻ, കേരളത്തിന്റെ റോഡ് വികസനത്തിനും ദേശീയപാത വികസനത്തിനും കേന്ദ്രം അത്രയധികം പ്രാധാന്യം നൽകുന്നുണ്ട് എന്നുള്ളതാണ് ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമുള്ള നിർണായക തീരുമാനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. KP, തിരുവനന്തപുരത്ത് നിന്നും ശാലിനിയാണ് വിശദാംശങ്ങൾ നൽകിയത്. നിയമസഭയിൽ ആര് മത്സരിക്കണമെന്ന് തീരുമാനിക്കുന്നത് പാർട്ടിയാണെന്നും വ്യവസ്ഥകൾ, സ്ഥാനാർത്ഥികൾ എന്നിവ സംബന്ധിച്ച ചർച്ച CPM തുടങ്ങിയിട്ടില്ല എന്നും മുൻമന്ത്രി KK ശൈലജ. മുഖ്യമന്ത്രി ആരാകണമെന്ന് സംബന്ധിച്ച ചർച്ചകളിൽ കാര്യമില്ലെന്നും ശൈലജ ആലപ്പുഴയിൽ പറഞ്ഞു. ഞങ്ങളുടെ കമ്മിറ്റി ഇപ്പോൾ ഇലക്ഷന് വേണ്ടിയുള്ള കമ്മിറ്റികളും കാര്യങ്ങളും ഒക്കെ തയ്യാറാക്കി ഒരുങ്ങുന്നതേ ഉള്ളൂ. സ്ഥാനാർത്ഥി നിർണയവും അതുപോലെ ഇലക്ഷന് വിജയിക്കാൻ ആവശ്യമായിട്ടുള്ള അത്തരം കാര്യങ്ങളുമെല്ലാം വീണ്ടും ചർച്ച ചെയ്യേണ്ടതായിട്ടാണുള്ളത്. ഇപ്പോൾ അങ്ങനെ വ്യവസ്ഥയോ അല്ലെങ്കിൽ സ്ഥാനാർത്ഥികളെ കുറിച്ചോ ഒന്നും ഞങ്ങൾ ചർച്ച ചെയ്തിട്ടില്ല.